ട്രാവൽ ഏജന്റ് സജീർ പടിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുന്നു. സജീർ, സാധാരണക്കാരായ പ്രവാസികളെയാണ് അത് കാര്യമായി ബാധിക്കുന്നത്. പ്രത്യേകിച്ചും ചെറിയ ശമ്പളത്തിനൊക്കെ ജോലി ചെയ്യുന്നവർ, അവർ കുടുംബത്തെ ഗൾഫിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും. അവർ നാട്ടിലേക്ക് മടങ്ങണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കുൾപ്പെടെ ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരും. ഇപ്പോഴത്തെ സാഹചര്യം അവർക്ക് വലിയ ദുരിതവും പ്രയാസവും ഉണ്ടാക്കുന്നതാണ്. ആ നിലക്ക് ഈ ടിക്കറ്റ് നിരക്ക് ഇത്ര കണ്ട് കൂടിയതിനാൽ ഈ നാട്ടിലേക്കുള്ള വരവ് മാറ്റിവെക്കുന്ന കുടുംബങ്ങളുണ്ടോ? അത്തരം അവസ്ഥയുണ്ടോ ഗൾഫിലൊക്കെ? അത്തരത്തിലുള്ള അവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അവസ്ഥ ഉണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചില പ്രവാസികൾ അവരുടെ കുടുംബങ്ങളെ നാട്ടിലേക്ക് അവിടെ കൊണ്ടുവരാതെ അവിടെ തന്നെ നിർത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഇതില് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സീസണൽ ഫാക്ടറാണ്. സിമ്പിൾ പറഞ്ഞാൽ ഈ എയർലൈൻ കമ്പനികളെല്ലാം തന്നെ പ്രൈവറ്റ് സ്വകാര്യ കമ്പനികളാണ്. അവർക്ക് അവരുടേതായ പ്രോഫിറ്റ് എന്നുള്ള മോട്ടീവ് ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും ഒരു ബിസിനസ്സിൽ പാലിക്കുന്ന ഒരു മിനിമം ലോജിക് എന്ന് വെച്ചാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഇതാണ് ഇവിടെ വർക്കൗട്ട് ആവുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് പ്രവാസ ലോകത്ത് നിന്ന് കേരളത്തിലേക്ക് വലിയ രീതിയിലുള്ള ഡിമാൻഡ് ആണുള്ളത്. നേരെ മറിച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് അത്ര തന്നെ വലിയൊരു ഡിമാൻഡ് ഇല്ല. നേരെ മറിച്ച് ഇത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോൾ നേരെ ഇത് തിരിച്ചാണ് വരുന്നത്. ഇതിന് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വലിയ ഡിമാൻഡ്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അത്ര തന്നെ ഡിമാൻഡ് വരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആ സമയത്ത് റേറ്റ് കുറവും, ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റേറ്റ് കൂടുതലാണ്. അപ്പൊ ഈ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതാണ് ഇവിടെ സർക്കാരും മറ്റു ജനങ്ങളും എല്ലാവരും കൂടി അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പൊ ടൂറിസം രംഗത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്നതിന് ഇതിനെ ബാധിക്കുന്നുണ്ട്. സോ അതിന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേരളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഴയ കാലത്തെ അപേക്ഷിച്ച് ഒരു സീസണൽ ബിസിനസ് അല്ല. കേരളത്തിലെ ടൂറിസം 365 ദിവസവും പ്രാവർത്തികമാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന, അവിടെ നിന്ന് ഇങ്ങോട്ട് വളരെ ഡിമാൻഡ് കുറഞ്ഞ സമയത്ത് പ്രത്യേക രീതിയിൽ ഒരു കേരളത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സർക്കാരും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൂർ ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ GCCയിലുള്ള ടൂർ ഓപ്പറേറ്റേഴ്സും ഒരുമിച്ചിരുന്ന ഒരു വേദിയിൽ ഒരുക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിയൊരു ട്രാഫിക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഉള്ള ഫ്ലൈറ്റ് കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ വൺ സൈഡ് ഫ്ലൈറ്റ് ഫുൾ ലോഡായി പോകുമ്പോൾ തിരിച്ചു വരുന്ന ഫ്ലൈറ്റ് അധികം കാലിയായിട്ടാണ് പോകുന്നത്. ഇപ്പൊ തന്നെ ഒരു സുഹൃത്തുക്കളെ പറഞ്ഞു, ഉംറ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുക്കാൻ. ഉംറ ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിലേക്ക് ഫ്ലൈറ്റിൽ ആളുണ്ടാവും, ഒരു സൈഡിൽ ഫ്ലൈറ്റിൽ ആളുണ്ടാവില്ല. ഇതൊരു സീസണുള്ള. അപ്പൊ അതിന് ആ ഒരു ഡിമാൻഡ് ആൻഡ് സപ്ലൈ എങ്ങനെ വ്യക്തതയോട് കൂടിയിട്ട് സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളത് മാത്രമേ ഇതിൽ ഒരു പോംവഴിയുള്ളൂ. സോ അതിനുവേണ്ടി അങ്ങനെയൊക്കെയുള്ള ബദൽ നിർദ്ദേശങ്ങൾ, പരിഹാര മാർഗങ്ങൾ താങ്കളെ പോലെയുള്ളവരൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷെ ഒരു സീരിയസ് ആയ ഒരു ചർച്ച ഇതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളത് നേരത്തെ ശ്രീ അരിമ്പ്ര അബൂബക്കർ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ കൂടി ശ്രീ സജീർ പടിക്കൽ അങ്ങയുടെ ഒരു വിശദീകരണം വേണമെന്ന് വെച്ചാൽ, ഈ വിമാനക്കൊള്ള ടിക്കറ്റ് നിരക്കിലുള്ള വലിയ വർധന പ്രവാസികളെ ഓൾറെഡി വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഒപ്പം ഈ കൃത്യമായ മുന്നറിയിപ്പില്ലാതെ വിമാനം മുടങ്ങുന്നത്, സർവീസ് ക്യാൻസലാകുന്നത് ഇപ്പോൾ അടിക്കടി വല്ലാതെ കൂടിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അത് വർദ്ധിക്കാനുള്ള കാരണം? ഈ വളരെ പെട്ടെന്നൊക്കെ ഈ ടിക്കറ്റ് ക്യാൻസലാകുന്നതും വലിയ സാമ്പത്തിക ബാധ്യത ഈ യാത്രക്കാർക്ക് ഉണ്ടാക്കുന്നില്ലേ? അത് റീഫണ്ടിങ് ഒക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ടോ ഇപ്പോൾ? അതില് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ള ഇത് ഏറ്റവും മെയിൻ ആയിട്ട് വന്നിട്ടുള്ള എയർ ഇന്ത്യ എക്സ്പ്രസുമായി ബന്ധത്തില്ല. അത് അവരുടെ ഒരു അവരുടെ ഇന്റേണൽ നടക്കുന്ന ചില പ്രശ്നങ്ങളാണ് അതിന് കാരണം. അത് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. സോ ഇതിന് ഈ റീഫണ്ട് പോളിസി മാത്രമല്ല, ഇങ്ങനെ ക്യാൻസൽ ചെയ്തു വരുന്നതിനുള്ള നഷ്ടപരിഹാരം, അതിന് വേണ്ട നിയമങ്ങളുണ്ട്. അത് യഥാസമയം കസ്റ്റമേഴ്സിന് വാങ്ങിച്ചു കൊടുക്കുവാനുള്ള സർക്കാർ ശ്രദ്ധിക്കണം. കാരണം ഇത് മാത്രമല്ല, ഇപ്പൊ മുൻകാലത്ത് ഇപ്പോൾ ഈ പ്രൈവറ്റ് സ്വകാര്യ കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്തിരിക്കുന്നത്. അതിന് മുൻകാലത്ത് നമ്മുടെ സർക്കാർ തന്നെയായിരുന്നു. ആ സമയത്ത് പോലും ഈ വളരെ ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു ദിവസത്തിൽ 24 hours കൂടുതൽ ഫ്ലൈറ്റ് ക്യാൻസൽ ഡിലേ വരുന്നൊക്കെ അവസ്ഥയുണ്ട്. ഈ സമയത്തൊക്കെ പ്രവാസികൾ രണ്ട് സൈഡും ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നൊരു ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തെല്ലാം തന്നെ അവർക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആ വീഴ്ച വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം സന്ദർഭത്തിൽ സർക്കാരും വേണ്ടപ്പെട്ട ബോഡിയും ഇടപെടേണ്ടത് ആവശ്യമായിരുന്നു. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടേ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയും.
ശരി, നന്ദി ശ്രീ സജീർ പടിക്കൽ.